കളറുള്ളത് ആണിച്ച, ബാക്കിയെല്ലാം വേലക്കാരി ഈച്ചകളാണ്. ഓക്കെ. ഹണി ഫാമിലേക്കുള്ള യാത്രയിലാണ്. ഈ പൂക്കളിലൊക്കെ തേനുണ്ടാവും. ഇവിടെ ഈ പൂക്കളിൽ നിന്നൊക്കെ നല്ല ഇവിടുന്നൊക്കെയാണ് തേനീച്ച തേനെടുക്കുന്നത്. അതുപോലെ ഈ മരങ്ങളും പൂക്കളിലൊക്കെ തേനുണ്ടാവുന്നതാണ്. നല്ല അന്തരീക്ഷമാണ്. ഇങ്ങനെ തേനോടൊരു നല്ല കാരണം എന്താ? അത് റിട്ടയർ ആയതിനു ശേഷം 2019 ഞാൻ SBIയിൽ നിന്ന് റിട്ടയർ ചെയ്തത്. SBIയിൽ ചീഫ് മാനേജർ ആയിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഷോളയാർ ഹണി ഫാമാണ് മാളയിൽ. ജോയ് വർഗീസ് സാറിൻ്റെ കൂടെയാണ് ഉള്ളത്. ജോയ് വർഗീസ് സാറ് SBI ബാങ്കിൽ നിന്ന് റിട്ടയർമെൻറ്റ് എടുത്തിട്ട് ഇപ്പം റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് ഹണി ഫാം നടത്തുകയാണ്. വളരെ സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആഡ്സൺ സ്റ്റോറിലേക്ക് നാച്ചുറലായിട്ടുള്ള ഹണിയുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിനെ അപ്രോച്ച് ചെയ്തത്. സാറിൻ്റെ ഫാമിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇത് എടുത്ത് കാണിച്ചു തന്നു. നാച്ചുറലായിട്ടുള്ള നല്ല ഹണി കിട്ടണമെന്നുണ്ടെങ്കിൽ ഷോളയാർ ഹണി ഫാമിൽ അപ്രോച്ച് ചെയ്യാം. ആഡ്സൺ സ്റ്റോറിൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഷിപ്മെൻ്റ് ഉണ്ടല്ലോ, ഷിപ്പിംഗ് എങ്ങോട്ടെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓൾ ഇന്ത്യ ചെയ്യാൻ പറ്റൂലേ അല്ലേ? അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സാർ കാണിച്ചു. തേനീച്ച കൂടണത് ഇത് മഴ കൊള്ളാതിരിക്കാൻ ഷീറ്റ് വെച്ച് കവർ ചെയ്തിരിക്കും. ഇതിങ്ങനെ നമുക്ക് തുറക്കാം. തുറന്നു കഴിഞ്ഞ് അതിൽ തേനീച്ചകളുണ്ടാവും, തേനടകൾ. ഓക്കെ. ഇതിലാണ് ഒരു തേൻ സ്റ്റോർ ചെയ്യണേ. ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ റാണി, മുട്ട, കുഞ്ഞുങ്ങൾ, ബാക്കി ഈച്ചകളെല്ലാം ഉണ്ടാവും. ഇതിൽ തേൻ സ്റ്റോർ ചെയ്യും. ഓക്കെ. ഇതിൽ ഇവരിങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ സ്ലോയിൽ എടുക്കണമെങ്കിൽ ഇവർ നമ്മളെ ഉപദ്രവിക്കില്ല. നമ്മളിതിൽ വർക്ക് ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്യുമ്പോൾ നമ്മൾ നെറ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാം. അതെ അതെ. വളരെ സ്ലോയിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് നിറഞ്ഞ തേനടയാണ്. ഇതിൽ ഏകദേശം ഒരു 600-700 ഒരു കിലോ താഴെ തേനുണ്ടാവും. ഇത് തേൻ ഇതിൻ്റെ ഓരോ അറകളും നിറച്ചിട്ട് ഒരു സീൽ ചെയ്ത് വെച്ചേക്കാണ്. അതെ അതെ. അത് തേനീച്ചേൻ്റെ സീൽ ചെയ്ത് വെച്ചേക്ക്. ഇതാണ് നമ്മളെടുത്ത് എക്സ്ട്രാക്റ്റിൽ വെച്ച് കറക്കി തേൻ എടുക്കുന്നത്. ഇതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഈ ശരിക്കും തേനട കൊടുക്കാറുണ്ടോ? തേനട കൊടുക്കാറുണ്ട്. തേനട ആളുകൾ വന്ന് വാങ്ങാറുണ്ട്. എന്നെ പൊതിയുന്നുണ്ട്. ഇല്ല, അങ്ങനെ കൊടുത്തില്ല. ഓക്കെ ഓക്കെ. വലിയ കല്യാണ പാർട്ടികൾ അവരൊക്കെ ഇങ്ങനെ ഈ സെൻറ്റർ ടേബിളും വെക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഈ അഡ്ലക്സ് ഹോട്ടലുകാർ അവർ അതുപോലെ വലിയ സ്റ്റാർ ഹോട്ടലുകാരും കൊണ്ടുപോകാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. തേനട വളരെ ടേസ്റ്റി ആയിരിക്കും. നമ്മൾ തേൻ കഴിക്കണേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മെഡിസിനൽ വാല്യൂ ഉണ്ടല്ലോ. മെഡിസിനൽ വാല്യൂ ഉണ്ട്. അതെ. ഒരു 4-5 അട ഓരോ ഇതിലും ആണി ചേമ്പറിലുണ്ടാവും. ഇതാണ് അതിൻ്റെ തേൻ ഇത് ചെയ്യണത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിഭാഗം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. അടിയിലാണ് ഇവരുടെ ശരിയായ കൂട്. ഇതിൽ കുഞ്ഞ്, മുട്ട, റാണി, ആണീച്ചയൊക്കെ ഉള്ളത് ഇതാണ്. ഇതിൽ ഈ ബ്ലാക്ക് കളറിലുള്ളതാണ് ആണിച്ചയാണ്. ഈ ബ്ലാക്ക് കളർ ഉള്ളത്, ബ്ലാക്ക് കളറിലുള്ളത് ആണിച്ച, ബാക്കിയെല്ലാം വേലക്കാരി ഈച്ചകളാണ്. ഓക്കെ. റാണി ഒരു റാണി ഉണ്ടാവുള്ളൂ. അതിന് കണ്ടുപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ അതെ. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും റാണി. പിന്നെ ഇതിൻ്റെ ഈ അടകളിൽ കുറച്ച് ഭാഗം തേനും ഉണ്ടാവും. പിന്നെ മുട്ട, കുഞ്ഞ്, പുഴു, അങ്ങനെ പല സ്റ്റേജിലുള്ള ഇതുകളുണ്ടാവും. ഓക്കെ ഓക്കെ. റാണി ഇതിലാണ് മുട്ടയിട്ട് ഇത് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല. ഇത് അങ്ങനെ തന്നെ വെക്കുള്ളൂ. നമ്മൾ അതിന് ഒന്നും ചെയ്യില്ല, എടുക്കാൻ പാടില്ല. ഇതിൽ നിന്നാണ് നമ്മൾ തേനൊക്കെ എടുക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ അടയെടുത്ത് നമ്മൾ എക്സ്ട്രാക്റ്റിൽ വെച്ച് കറക്കി തേനെടുത്ത് ആ കാലി അട വീണ്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് വീണ്ടും ഇവരിത് ഫില്ല് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ആഴ്ചയിൽ സീസൺ, ഇപ്പൊ തേൻ സീസണാണ്. ഈ സീസൺ ആയി കഴിഞ്ഞാൽ ആഴ്ചയിൽ നമുക്ക് തേൻ എടുക്കാം. ഓക്കെ ഓക്കെ. ഇപ്പൊ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര കിലോ വരെ ഒരു മാസം? നമ്മളുടെ ഇവിടെ ഈ ഫോറസ്റ്റ് ഏരിയയിൽ കിട്ടുന്നേക്കാളും കുറച്ച് കുറവായിരിക്കും ഇവിടെ കിട്ടുക. ഇവിടെ ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ ഒരു 2 കിലോ ഒക്കെ എടുക്കാം. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ആണ് നമുക്ക് ഒരു 4-5 അതാ സീസൺ പോലെ അങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ? ഇവിടെ കൂടി വന്നാൽ ഒരു 6 കിലോ അല്ലെങ്കിൽ 8 കിലോ, ഓക്കെ, മാക്സിമം 10 കിലോ അത്രയാണ് നമുക്ക് ഇവിടെ കിട്ടണേ. അതേസമയം ഫോറസ്റ്റ് ഏരിയയിലാണെങ്കിൽ 15 കിലോ 20 കിലോ വരെയൊക്കെ ഒറ്റ കുട്ടി തന്നെ കിട്ടും. അവരിങ്ങനെ മീതയ്ക്ക് ഇങ്ങനെ ഇത് സൂപ്പർ ചേമ്പർ എന്ന് പറയും. ഹണി ചേമ്പറിന് ഇവിടെ ഇപ്പോൾ ഒരെണ്ണുള്ളൂ. അത് 3-4 മീതയ്ക്ക് ഇങ്ങനെ വെച്ച് ഈ ഹൈറ്റിലൊക്കെ വെക്കും.
ഓക്കെ ഓക്കെ. അപ്പൊ അതിലെല്ലാം അറിയും. ഫോറസ്റ്റ് ഏരിയയിൽ അങ്ങനെയാണ്, വലിയ മരങ്ങൾ പൂക്കുമ്പോൾ അതുപോലെ അറിയും. ഇവിടെ മെയിൻ ആയിട്ട് ഈ മാവ്, കശുമാവ് അങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ജാതി, അങ്ങനെയൊക്കെയുള്ള പല പല പൂക്കളിൽ പല രീതിയിലായിരിക്കും തേനുണ്ടാവുക, തേന്റെ അളവ്. അപ്പോ ഇനിപ്പെട്ടുള്ള ഹണി ആവശ്യമുണ്ടെങ്കിൽ അതെ ഇത് ഇവിടുന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട് മുമ്പേ. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന് സാറിന് ഒന്ന് കാണാന്ന് വിചാരിച്ചത്. ഞാൻ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പൊ അതിനുശേഷം ഇപ്പൊ ഈ ഹണി ഫാം തുടങ്ങി ഒരു 3 വർഷത്തോളായി നല്ല രീതിയിൽ പോകുന്നുണ്ട്. വളരെ ആക്റ്റീവാണ്, എനിക്കറിയാം. കാരണം ഭയങ്കര മാർക്കറ്റിംഗ് ഒക്കെ ഭയങ്കര നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ബോട്ടിലുകളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതെ അതെ, ഓക്കെ. ഇതൊക്കെയാണ്. ഇത് ചെറുതേനാണ് വരുന്നത്. ചെറുതേനുണ്ട്, വലിയ തേനുണ്ട്. 1 കിലോ മുതൽ 500, 250 ഒക്കെയുണ്ട്. എന്നിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ കോവിഡ് വന്നത്. ആ ടൈമിൽ ഒരു ടൈം പാസ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അങ്ങനെ തൃശ്ശൂർ പോയി ഇതിന്റെ ഒരു കൊല്ലത്തിൽ കോഴ്സ് ഉണ്ട്, അത് പഠിച്ചു. ഭാരത് ബീ കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് തൃശ്ശൂര്, പോയി. പിന്നെ ഹോർട്ടികോർപ്പ് ഉണ്ട്, നാഷണൽ ബീ കോർപ്പറേഷൻ, അവരുടെയൊക്കെ ഇതുകൾ പഠിച്ചു. അവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. ആരംഭത്തിൽ ചെറിയ തോതിൽ 2-3 കൂടുതലൊക്കെ വെച്ചാണ് തുടങ്ങിയത്. പിന്നെ അത് അങ്ങനെ അതിൽ താല്പര്യം കൂടി അങ്ങനെ വളർന്നു. ഇപ്പൊ മാർക്കറ്റിംഗ് സൈഡും കൂടി ഞാൻ നോക്കുന്നുണ്ട്. ഹണി നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇതിപ്പോ ഒരു നല്ല പ്രോഫിറ്റബിൾ ഒരു വെഞ്ചറാണ്. അതുപോലെ തന്നെ ഇത് പ്രകൃതി സംരക്ഷണത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ തീർച്ചയായും അതെ അതെ, കാരണം ഒരു എന്താ പറയാ, ഒരു ഏരിയയിൽ നമ്മൾ കുറച്ച് 5-10 കൂട് കൊണ്ട് വെച്ചാൽ അവിടുത്തെ ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാർഷിക ഉൽപാദനം കൂടും. ഈ പരാഗണം കൂടിയിട്ട് തെങ്ങുമ്പോൾ തേങ്ങ കൂടും, അതുപോലെ എല്ലാത്തിന്റെയും പ്രൊഡക്ഷൻ കൂടും. അപ്പൊ കൃഷിക്കാർക്കും ഇത് വളരെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിന് സബ്സിഡി കൊടുത്ത് പ്രോത്സാഹനം കൊടുക്കുന്നതിന് പ്രധാന കാരണം. കാർഷിക വിളകളുടെ ഉൽപാദനം നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ തേനീച്ചകൾ അത്യാവശ്യമാണ്. പോളിനേറ്റേഴ്സ് എന്നുള്ളതാണ് അവരുടെ റോള്. അതെ 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 അതെ. അപ്പോ എല്ലാവിധ എന്താ പറയാ ആശംസകൾ നേരുന്നു. കൂടുതൽ വിപുലീകരിക്കാനുണ്ടാവട്ടെ. അപ്പോ ആക്ഷൻ സ്റ്റോറിൽ ഇനി തൊട്ട് ഷോളർ ഹണി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒക്കെ സാറിനും കൂടെ സപ്പോർട്ട്സ് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഷോളർ ഫാമിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഷോളർ ഫാമിലെ പ്രൊഡക്ട്സ്, ഹണിയുടെ പ്രൊഡക്ട്സ് നിങ്ങൾ കണ്ടല്ലോ. നല്ല അടിപൊളിയല്ലേ? അതായത് നാച്ചുറൽ ആയിട്ടുള്ള തേനാണ്. അത് നമ്മളത് കണ്ടു, എങ്ങനെയാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് നമ്മൾ വീണ്ടും നോക്കുന്നുണ്ട്. ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് ആക്ഷൻ സ്റ്റോറിൽ വേണം. നല്ല നാച്ചുറൽ ആയിട്ടുള്ളതും വീടുകളിൽ ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിലേക്ക് എത്തിക്കണം. നമ്മൾക്ക് ഇനി ഇന്ത്യയിലെ പ്രൊഡക്ട്സ് തന്നെ ട്രേഡ് ചെയ്യാൻ നമുക്ക് ഇപ്പം ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സായിട്ടൊക്കെ ആളുകൾ ഒരുപാട് പ്രൊഡക്ട്സ് അന്വേഷിക്കുന്നുണ്ട്. ട്രേഡിനായിട്ട് ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പം അവർക്ക് നമ്മൾക്ക് ആക്ഷൻ സ്റ്റോറിലെ പ്രൊഡക്ട്സ് നമ്മൾക്ക് ഇന്ത്യയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇനിഷ്യേറ്റീവിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം നമുക്ക് പ്രൊഡക്ട്സ് ഇറക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അറിവിൽ ആരെങ്കിലും അങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, നല്ല പ്രൊഡക്ട്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുന്ന, നിങ്ങളുടെ മാനുഫാക്ചറേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്തൊക്കെ അറിയുന്ന മാനുഫാക്ചറേഴ്സ് ഉണ്ടെങ്കിൽ, ഈ ചെറിയ സംരംഭകരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വീടുകളിൽ അല്ലെങ്കിൽ ചെറിയ യൂണിറ്റ്സിലൊക്കെ നല്ല പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ പ്രൊഡക്ട്സിനെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, അവർക്ക് നല്ല മാർക്കറ്റിംഗ് സപ്പോർട്ട്സ് കൊടുത്തുകൊണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.